ഹായ്! എൻ്റെ റീസെൻ്റ് ഹോബിയാണ് ഇൻസ്റ്റാഗ്രാം വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് കണ്ട് അവരുടെ ആ ഫുഡിംഗ് സ്പോട്ടുകളിൽ പോയി ഭക്ഷണം കഴിച്ച് സംതൃപ്തി അടയുക എന്നുള്ളത്. അങ്ങനെ റീസെൻ്റ് കണ്ടാണ് മധുസാറിൻ്റെ ഈ ഒരു പഴയ തറവാട് വീട്ടിൽ ഒരു കഫേ സ്റ്റാർട്ട് ചെയ്തു. വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഞാൻ ഒമത്തും അങ്ങോട്ടേക്ക് പോയി. ഇതാണ് കഫേ ബ്രൂയിങ്. പഴയ തറവാട് വീടിനെ റിനോവേറ്റ് ചെയ്ത് അവരൊരു കഫേയും റെസ്റ്റോറൻറ്റും ആക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പഴയ ആ വീടിൻ്റെ ആ ഒരു ഭംഗി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ പടയും തറയിലൊക്കെ പാകിയിരിക്കുന്ന ടൈൽസും ഒക്കെ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ മുകളിലത്തെ നിലയിലാണുള്ളത്. അവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഏരിയ കൂടിയുണ്ട്. ഉച്ച സമയം ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. ഭയങ്കര പീസ്ഫുൾ അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ളിലുള്ളത്. നല്ലൊരു ചില്ലിങ് സ്പോട്ടാണ്. നമുക്കൊരു ഫ്രണ്ട്സിനെ കൂട്ടി കൊണ്ടുവന്ന് കഥയൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനത്തെ ഒരു സ്പോട്ടാണ്. ഇവിടുത്തെ ഫുഡ് സെർവ് ചെയ്യുന്നത് മെയിൻ ഷെഫായിട്ടുള്ള ശ്രീജിത്ത് എന്ന് പറയുന്ന സാർ തന്നെയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഫുഡ് സെർവ് ചെയ്യുന്ന ടൈം ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ ചില്ല് ചെയ്യാനായിട്ട് അവർ കുറച്ച് ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പോയി ലൂഡോ ബോർഡ് എടുത്തിട്ട് വന്നു. സാധാരണ കണ്ട പോലത്തെ അല്ല കേട്ടോ, ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ലൂഡോ ബോർഡ്. ഞാൻ അപ്പം തന്നെ അത് മടക്കി തിരിച്ചു കൊണ്ടുവച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ ലൂഡോ, യൂനോ, ജങ്ക, ചെസ്സ്, ക്യാരം ബോർഡ് ഒക്കെ ഉണ്ട്. കുറച്ചു നേരം ലൂഡോ ബോർഡിനെ ഇങ്ങനെ നോക്കി പീഡിപ്പിച്ചിട്ട് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അപ്പം തന്നെ മടക്കി തിരിച്ചു കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ എന്തായിരിക്കും പിക്ക് ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ യൂനോ കാർഡ്. ഇവിടെ പോയാലും യൂനോ. ബാക്ക് ടു ദ കഫേ. ഇവിടുത്തെ ഷെഫ് നമ്മളോട് പറഞ്ഞത് ഇവിടുത്തെ ഫുഡ് സെർവ് ചെയ്യുന്ന അദ്ദേഹം തന്നെയാണ്. എൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫ് തന്നെ ഫുഡ് സെർവ് ചെയ്യുമ്പോൾ ഒരു ഒതൻറ്റിക് ഫീല് അത് കഴിക്കുന്നവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഫുഡ് സെർവ് ചെയ്യാൻ വരുന്ന ആളാണ് ഇവിടുത്തെ മെയിൻ ഷെഫ് ശ്രീജിത്ത് സർ. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ക്ലബ് സാൻഡ്വിച്ച്, ഒരു ബർഗർ, ഒരു ചിക്കൻ പോപ്കോൺ ഇത്രയായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, ചിക്കൻ പോപ്കോണിൻ്റെ കൂട്ടത്തിൽ അവർ സെർവ് ചെയ്തിരുന്ന ഒരു ഡിപ്പ് അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. ആ ഡിപ്പ് മാത്രം നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിപ്പ്. ഇവിടുത്തെ എല്ലാം ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള എല്ലാ ഭക്ഷണവും നല്ല ടേസ്റ്റിയാണ്. ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരിക്കലും നമുക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യില്ല. കാരണം നല്ല ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇവർ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യണത്. എൻ്റെ ഫേവറേറ്റ് ഇവിടെ നിന്നുള്ളത് കോഫി ഐറ്റംസ് ആണ്. കഫേ മൊക്ക, ലാറ്റെ അങ്ങനത്തേത്. ഇനിയാണ് യുദ്ധം, ബർഗർ. എനിക്ക് TMJ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് വായ അധികം തുറക്കാൻ പറ്റൂല. ലോക്കാവൂ എന്നുള്ള ഭയം കാരണം ഞാൻ എപ്പോഴും ഒരു ലിമിറ്റഡ് അളവിലെ വായി തുറക്കുള്ളൂ. ബർഗർ എപ്പോഴും എന്നെ ആ കാര്യത്തിൽ ചതിക്കാറുണ്ട്. ഞാൻ എന്നും ബർഗർ കഴിച്ചാലും എൻ്റെ മുഖം നിറയെ അത് കാരണം മയണൈസും അതിൻ്റെ ഡിപ്സും അതിൻ്റെ സോസും എല്ലാം പറ്റാറുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്തതാണ് ക്ലബ് സാൻഡ്വിച്ച്. ദാറ്റ് വാസ് ആക്ച്വലി വെരി ടേസ്റ്റി. നല്ല ഫില്ലിങ്ങുമാണ്. ഒരു ക്ലബ് സാൻഡ്വിച്ചിൽ 2 ലെയേഴ്സുള്ള 3 പീസസ് ഓഫ് ഇതാണ് കിട്ടണത്. അങ്ങനെ ഭക്ഷണം കഴിച്ച് വയറും മനസ്സും നിറച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ബില്ല് വന്നത്. ബില്ലിൻ്റെ കൂടെ ഒരു കുട്ടി ക്യൂട്ടി ഒരു കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വിസിറ്റിൽ നമുക്ക് 20% ഓഫ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത സ്പോട്ട്.